പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് എന്ന പാഠമാണ്. ഇത് നമ്മുടെ 15ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? വി ആർ ഇൻ ദ 15th സെഷൻ ഓഫ് ദ തേർഡ് ചാപ്റ്റർ ഓഫ് +1 അക്കൗണ്ടൻസി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇത് നമ്മുടെ ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട സെക്കൻഡ് പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ജേർണലൈസ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ജേക്കബ്. കുറേ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കുക. 1/1/2021 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,50,000. 3/1/2021 പെയ്ഡ് ഇൻ ടു ബാങ്ക് 5,000. ദാറ്റ് മീൻസ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. 5,000 രൂപ. 5/1/2021 പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ 1,500. 1,500 രൂപയുടെ സാധനങ്ങൾ കൃഷ്ണ എന്നൊരാളിൽ നിന്നും വാങ്ങിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, വെൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ ഇസ് ഗിവൺ യു ഷുഡ് അസ്യൂം ദാറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ്. കൃഷ്ണ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ? 7/1/2021 സോൾഡ് ഗൂഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് 4,000. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് കടമായിട്ട് ക്രെഡിറ്റിന് 4,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണത്. 10/1/2021 റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ 500. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ 500. ബ്രാക്കറ്റിനകത്ത് പർച്ചേസ് റിട്ടേൺ എന്ന് തന്നിട്ടുണ്ട്. എക്സാമിന് അങ്ങനെ തരില്ല. ഇത് ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ 10/1 നോക്കുക. അപ്പോൾ 5/1 നമ്മൾ എന്താ ചെയ്തത്? വി പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം കൃഷ്ണ 1,500. 1,500 രൂപ വിലയുള്ള സാധനങ്ങൾ കൃഷ്ണയിൽ നിന്നും വാങ്ങിച്ചിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയ സമയത്താണ് മനസ്സിലായത്, നമ്മുടെ ഫാക്ടറിയിലേക്ക് എത്തിയ സമയത്താണ് മനസ്സിലായത് അതിൽ 500 രൂപയുടെ സാധനങ്ങൾ എന്താണ്, കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള സാധനമാണ്, നമുക്ക് വേണ്ടാത്ത സാധനമാണ്. ദാറ്റ് പ്രോഡക്റ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ us, സോ വി ക്യാൻ റിട്ടേൺ ദ സെയിം ടു കൃഷ്ണ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. കൃഷ്ണക്ക് 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേര് പർച്ചേസ് റിട്ടേൺ എന്നാണ്. ക്ലിയർ? നെക്സ്റ്റ് 13/1/2021 പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ് 25,000. 25,000 രൂപയുടെ മെഷീൻ വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും നമ്മൾ വാങ്ങിച്ചു. നെക്സ്റ്റ് 17/1/2021 പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ 750. 750 രൂപ മെഷീൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായി. 19/1/2021 റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട് 200. ജോണിൽ നിന്നും. അപ്പോൾ 7-ാം തീയതി നോക്കുക. 7-ാം തീയതി നമ്മൾ കടമായിട്ട് 4,000 രൂപയുടെ സാധനങ്ങൾ ജോണിന് വിറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 19-ാം തീയതി ജോൺ നമുക്ക് 200 രൂപ തന്നു. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട് 200. നെക്സ്റ്റ് 22/1/2021 ബോട്ട് ഗൂഡ്സ് ഫ്രം രാജേഷ് ഫോർ ക്യാഷ് 750. രാജേഷ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും 750 രൂപയുടെ സാധനങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു, ക്യാഷിന് പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് 25th January 2021 അഡ്വാൻസ്ഡ് കുമാർ 1,500 ആസ് ലോൺ. കുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് 1,500 രൂപ നമ്മൾ ലോൺ കൊടുത്തു. നമ്മുടെ കമ്പനി കുമാറിന് ലോൺ കൊടുത്തു 1,500 രൂപ. ക്ലിയർ? നെക്സ്റ്റ് 28th January 2021 പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട് 500. കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് അല്ലേ? 5/1 നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണക്ക് 500 രൂപ നമ്മൾ ക്യാഷ് കൊടുത്തു. നെക്സ്റ്റ് 29th January 2021 വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് 300. 300 രൂപ ക്യാഷ് അതിൻ്റെ ഓണർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. ഡ്രോയിങ്സ്. നെക്സ്റ്റ് 31 January 2021 പെയ്ഡ് റെന്റ് 500. 500 രൂപ വാടക നമ്മൾ അടച്ചു. അഗെയിൻ 31/1/2021 റിസീവ്ഡ് കമ്മീഷൻ ഫ്രം സുകുമാർ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കമ്മീഷൻ കിട്ടി 250 rupees. Again 31/1/2021
ജോൺ റിട്ടേൺഡ് ഗുഡ്സ് 150. ജോൺ റിട്ടേൺഡ് ഗുഡ്സ്. നോക്കിക്കോ, നമ്മൾ ജോണിന് കുറച്ച് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ജോണിന് 7-ാം തീയതി 7/1/2021 അതാ സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് 4000 രൂപയുടെ സാധനം. അപ്പോൾ ജോൺ നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടുപോയി. ജോൺ അവിടെ എത്തിയ സമയത്ത് ജോണിന് മനസ്സിലായി അതിലൊരു 150 രൂപയുടെ സാധനം എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജോൺ റിട്ടേൺ ചെയ്തു. അങ്ങനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ എന്ന്. ബ്രാക്കറ്റിനകത്ത് ഇവിടെ തന്നിട്ടുണ്ട്, എക്സാമിന് ഉണ്ടാവില്ല. അത് നിങ്ങൾ ആ സെന്റൻസ് നോക്കിയിട്ട് മനസ്സിലാക്കണം. ക്ലിയർ? അപ്പോൾ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്തിട്ട് റിട്ടേൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്രാൻസാക്ഷൻസ് ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റർ ചെയ്യുക എന്നതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് ദ ട്രാൻസാക്ഷൻസ് ഇൻ എൻ A4 ഷീറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം, ദെൻ വാച്ച് ദ ക്ലാസ്. ഈ നോട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം പ്രോബ്ലം എഴുതിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ റീസണും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. 1/1/2021 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,50,000. 1/1/2021 ബിസിനസ് തുടങ്ങി. എങ്ങനെ? 1,50,000 രൂപ ക്യാഷ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഐറ്റ് തന്നെയായിരിക്കും സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ള ഐറ്റം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? യുവർ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ടു ഐഡന്റിഫൈ ദ 2 elements, 2 aspects of this transaction. The first, when a businessman start business with cash, the first element is cash and the next one is capital. ആദ്യത്തേത് ക്യാഷ് ആണ്, രണ്ടാമത്തേത് ക്യാപിറ്റൽ ആണ്. ക്യാഷ് ഇൻക്രീസസ്, ക്യാപിറ്റൽ ഇൻക്രീസസ്. ഒരാൾ പൈസ ഉപയോഗിച്ചിട്ട് പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ക്യാഷ് വർദ്ധിക്കുന്നു, ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ക്യാഷ് ഈസ് എൻ അസറ്റ്, that is asset increases. When asset increases, the rule is debit. So cash account debtor. അപ്പോൾ cash accountനെ debit ചെയ്യണം. Here second element is capital. Capital increases. When capital increases, the rule is credit. So credit should be given to capital account. The entry will be cash account debtor to capital account. Cash account debtor to capital account. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഡേറ്റ് എഴുതുക 1/1/2021. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ബ്രാക്കറ്റിനകത്ത് നറേഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,50,000 എന്ന് വേണമെങ്കിൽ എഴുതാം. LF കോളം ജസ്റ്റ് ലീവ് ഇറ്റ് ബ്ലാങ്ക്, അത് ഇവിടെ എഴുതാനൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് വിടുക. ഡെബിറ്റ് എമൗണ്ട് സെയിം തന്നെയാണ്, 1,50,000 രൂപ. ക്രെഡിറ്റ് എമൗണ്ട് 1,50,000 റുപ്പീസ്. ക്ലിയർ? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ 3/1/2021 പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പെയ്ഡ് ഇൻ ടു ബാങ്ക് റിഫേഴ്സ് ടു ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. 5,000 രൂപ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 2 എലമെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തേ. വാട്ട് ആർ ദ 2 elements? യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് ബാങ്ക്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. 5,000 രൂപ നമ്മുടെ കൈമ ക്യാഷ് ഉണ്ടായിരുന്നു. ഈ 5,000 രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ എലമെന്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ എലമെന്റ് ക്യാഷ് ആണ്. നമ്മൾ 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് അറ്റ് ബാങ്ക് ഇൻക്രീസസ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് നമ്മുടെ അസറ്റ് ആണ്, കമ്പനിയുടെ അസറ്റ് ആണ് അല്ലേ. നമ്മുടെ കയ്യിൽ നമ്മുടെ ATM കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് ആണ്. അതേപോലെ തന്നെ കമ്പനിയുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് മാറുന്നു. അതെന്താണ്? നമ്മുടെ അസറ്റ് ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസസ്. സെക്കൻഡ് എലമെന്റ് ക്യാഷ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ഡിക്രീസസ്. നമ്മുടെ കൈമയുള്ള പൈസ കുറയും, ബാങ്കിലുള്ള പൈസ കൂടും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ബാങ്ക് ആണ്. ബാങ്ക് ഈസ് എൻ അസറ്റ്, സോ അസറ്റ് ഇൻക്രീസസ്. വെൻ അസറ്റ് ഇൻക്രീസസ് ദ റൂൾ ഈസ് ഡെബിറ്റ്. അസറ്റ് വർദ്ധിക്കുന്ന സമയത്തുള്ള റൂൾ ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് വിൽ ബി ഗിവൻ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. നെക്സ്റ്റ് എലമെന്റ് ക്യാഷ് ആണ്. സെക്കൻഡ് എലമെന്റ് ക്യാഷ് ആണ്. ക്യാഷ് ഈസ് ഓൾസോ എൻ അസറ്റ്. ഹിയർ ക്യാഷ് ഡിക്രീസസ്. ഇവിടെ ക്യാഷ് കുറയുന്നു. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാഷ് അക്കൗണ്ടിനാണ്. അപ്പോൾ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. റീസൺ എന്താ?
ബാങ്ക് അസറ്റ് ഇൻക്രീസസ്, ക്യാഷ് അസറ്റ് ഡിക്രീസസ്. ഇനി ഡേറ്റും ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ സെയിം തന്നെയാണ്, എമൗണ്ട് സെയിം ഇവിടെ എഴുതുന്നേ ഉള്ളൂ. നറേഷൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് അറ്റ് ബാങ്ക് എന്നൂടെ നറേഷനായിട്ട് എഴുതി വെക്കുക. ക്ലിയർ. നെക്സ്റ്റ് വൺ 5/1/2021. Purchased goods from Krishna 1500. Purchased goods from Krishna 1500. 1500 രൂപയുടെ സാധനങ്ങൾ കൃഷ്ണ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യണം അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. കാരണം അവിടെ ഒരു ക്രെഡിറ്ററുടെ, അതായത് കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്ററാണ്. കൃഷ്ണ നമുക്ക് സാധനങ്ങൾ കടമായിട്ട് തരുന്ന ഒരാളാണ്. അയാൾ നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്ററാണ്, ലയബിലിറ്റി ആണ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറയുന്നുണ്ട്, ആദ്യം പർച്ചേസോ സെയിൽസോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി അത് ക്രെഡിറ്റ് പർച്ചേസ് ആണോ അല്ല ക്യാഷ് പർച്ചേസ് ആണോ എന്ന് കണ്ടുപിടിക്കലാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ സെന്റൻസിനകത്ത് ക്യാഷ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇഫ് the word cash is not included in this transaction, you should assume that that is a credit purchase. Purchase is an expense. What are the, okay, അത് മനസ്സിലായി. ഇനി ഇതിന്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാ? പർച്ചേസും കൃഷ്ണയും. പർച്ചേസും കൃഷ്ണയും. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസസ്. when expense increases the rule is debit. So purchase account will be debited here. ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ടിനെയാണ്. ഫ്രം കൃഷ്ണ. കൃഷ്ണ നമ്മുടെ ക്രെഡിറ്റർ ആണ്. നമുക്ക് സാധനം കടമായിട്ട് തരുന്ന ഒരാളാണ് കൃഷ്ണ. അപ്പൊ കൃഷ്ണ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസസ്. ലയബിലിറ്റി ഇൻക്രീസസ്. സോ ക്രെഡിറ്റ് വിൽ ബി ഗിവൻ ടു കൃഷ്ണ അക്കൗണ്ട്. ദാറ്റ് ഈസ് സൺട്രി ക്രെഡിറ്റർ കൃഷ്ണ അക്കൗണ്ട്. ദ എൻട്രി വിൽ ബി purchase account debted to Krishna account. Purchase account debted to Krishna account. What is the reason for debiting purchase account? Yes, expense increases. And for crediting Krishna account, liability increases. Bracket nathu narration kude eഴുതുക. Purchased goods on credit from Krishna. Debit amount, credit amount fill ചെയ്യുക. Clear. Next, 7/1/2021. Sold goods to John on credit for 1000. ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് സാധനങ്ങൾ കടമായിട്ട് വിറ്റു. അവിടെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ഐറ്റംസ് ഏതൊക്കെയാ? രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാ? ആദ്യത്തത് ജോൺ ആണ്, രണ്ടാമത്തത് സെയിൽസ് ആണ്. ആദ്യത്തത് ജോൺ ആണ്, രണ്ടാമത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തത് സെയിൽസും രണ്ടാമത്തത് ജോൺ ആയിട്ട് കൊടുക്കാം. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. ക്ലിയർ. ഓക്കെ, ആദ്യത്തത് സെയിൽസ് എടുക്കാം. സെയിൽസ്, ഇവിടെ സെയിൽസ് ഇൻക്രീസസ്. സെയിൽസ് ഇൻക്രീസസ്, വിൽപ്പന വർദ്ധിക്കുന്നു. നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് സെയിൽസ് വർദ്ധിക്കുന്നു. വെൻ സെയിൽസ് ഇൻക്രീസസ്, സെയിൽസ് ഇസ് എൻ ഇൻകം. ഇൻകം ഇൻക്രീസസ്. വാട്ട് ഈസ് ദ റൂൾ വെൻ ഇൻകം ഇൻക്രീസ്? വെൻ ഇൻകം ഇൻക്രീസ്, ക്രെഡിറ്റ്. ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ. നെക്സ്റ്റ് വൺ, ജോൺ. ജോണിന് കടമായിട്ടാണ് വിറ്റത്, ക്യാഷ് കിട്ടുന്നില്ല. അപ്പൊ ജോൺ നമുക്ക് 4000 രൂപ തരാനുണ്ട്. ഈ ഒരു ട്രാൻസാക്ഷന് ശേഷം ജോൺ നമുക്ക് 4000 രൂപ തരാനുണ്ട്. അപ്പൊ ജോൺ നമ്മുടെ ഡെപ്റ്റർ ആണ്. നമ്മളിൽ നിന്നും സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ച ഒരാളാണ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. ജോൺ ഇസ് അവർ സൺട്രി ഡെപ്റ്റർ. ഡെപ്റ്റർ ഈസ് എൻ അസറ്റ്. നമുക്ക് പൈസ തരാനുള്ള ഒരാൾ നമ്മുടെ അസറ്റ് ആണ്, നമുക്ക് കടം തരാനുള്ള ഒരാളാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസസ്. സൺട്രി ഡെപ്റ്റർ അസറ്റ് ഇൻക്രീസസ്. What is the rule when asset increase? When asset increase, debit. So what will be the entry here? ഇവിടെ എന്തായിരിക്കും എൻട്രി വരിക? യെസ്, ജോൺ അക്കൗണ്ട് debted to sales account. John account debted to sales account. What is the reason for debiting John? Yes, asset increases, that is sundry debtor increases. And what is the reason for crediting sales account? Income increases. In the narration, sold goods on credit to John. Debit amount, credit amount fill ചെയ്യുക, ഡേറ്റ് കൂടെ ഫിൽ ചെയ്യുക. ക്ലിയർ. നെക്സ്റ്റ് വൺ, 10/1/2021. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ 500. റിട്ടേൺഡ് ഗൂഡ്സ് ടു കൃഷ്ണ 500. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്, ഇത് പർച്ചേസ് റിട്ടേൺ ആണ്. 5/1 നിങ്ങളെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. 5/1/2021 on 5th January 2021, we purchased goods
ഫ്രം കൃഷ്ണ 1500. 1500 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 1500 രൂപയുടെ സാധനം 10-ാം തീയതി നമുക്ക് മനസ്സിലായി അതിൽ 500 രൂപയുടെ സാധനം എന്താണ്, കുറച്ച് മിസ്റ്റേക്ക് ഉള്ള സാധനം, കംപ്ലൈന്റ് ഉള്ള സാധനമാണ്. അപ്പോൾ 500 രൂപയുടെ സാധനം നമ്മൾ ജോണിന് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതിന്റെ 2 എലമെന്റുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഐഡന്റിഫൈ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി എഴുതുന്നത്. ഏതൊക്കെയാണ് 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ആസ്പെക്ട് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്ററാണ്. രണ്ടാമത്തെ ആസ്പെക്ട് നമ്മൾ ഗൂഡ്സ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. ഗൂഡ്സ് അല്ല, നമ്മൾ ഗൂഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് പർച്ചേസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത്, അല്ലാതെ ഒരിക്കലും ഗൂഡ്സ് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ദിസ് ട്രാൻസാക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് പർച്ചേസ്. ഈ ഒരു ട്രാൻസാക്ഷൻ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം, ഇവിടുത്തെ 2 ആസ്പെക്റ്റുകൾ, ഒന്നാമത്തത് കൃഷ്ണയാണ്, രണ്ടാമത്തത് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടാണ്. ഒന്നാമത്തത് കൃഷ്ണ അക്കൗണ്ടാണ്, രണ്ടാമത്തത് പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടാണ്. കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്. നമ്മൾ 1500 രൂപ കൃഷ്ണന് കൊടുക്കാനുണ്ട് ഇല്ലേ? ജനുവരി 5-ന് നമ്മൾ 1500 രൂപയുടെ സാധനം കൃഷ്ണ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കടമായിട്ട് വാങ്ങിച്ചത് കൊണ്ട് 1500 രൂപ കൃഷ്ണക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 10-ാം തീയതി 500 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു, റിട്ടേൺ ചെയ്തു. അപ്പോൾ കൃഷ്ണക്ക് 1500 കൊടുക്കണ്ട, 1000 കൊടുക്കണ്ടു, 500 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. അപ്പോൾ കൃഷ്ണ ഡിക്രീസസ്, ക്രെഡിറ്റർ ഡിക്രീസസ്, ലയബിലിറ്റി ഡിക്രീസസ്. Sundry creditor is a liability. That liability decreases. What is the rule when liability decrease? When liability decrease, debit. Liability കുറയുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് കൃഷ്ണ അക്കൗണ്ടിനെയാണ്. രണ്ടാമത്തെ ആസ്പെക്ട് ഇതാണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 500 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പെൻസ് കുറയുന്നു. 1500 രൂപ എക്സ്പെൻസ് ഉണ്ടായിരുന്നു നേരത്തെ. എപ്പം? 5-ാം തീയതി. അത് 10-ാം തീയതി ആവുന്ന സമയത്ത് 500 രൂപ കുറഞ്ഞു. അപ്പോൾ പർച്ചേസ് റിട്ടേൺ വരുന്ന സമയത്ത് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് എക്സ്പെൻസ് ഡിക്രീസസ്. വാട്ട് ഈസ് ദ റൂൾ വെൻ എക്സ്പെൻസ് ഡിക്രീസ്? വെൻ എക്സ്പെൻസ് ഡിക്രീസ് ക്രെഡിറ്റ്. എക്സ്പെൻസ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി വരിക എന്തായിരിക്കും? കൃഷ്ണ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. കൃഷ്ണാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ബ്രാക്കറ്റിനകത്ത് നറേഷൻ കൂടെ എഴുതുക. ഗൂഡ്സ് റിട്ടേൺ ടു കൃഷ്ണ. അപ്പോൾ ഇവിടെ കൃഷ്ണ ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ ലയബിലിറ്റി ഡിക്രീസസ്. പർച്ചേസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ എക്സ്പെൻസ് ഡിക്രീസസ്. ഡെബിറ്റ് എമൗണ്ട് 500, ക്രെഡിറ്റ് എമൗണ്ട് 500. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് 13/1/2021. പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ് 25,000. 25,000 രൂപയുടെ മെഷീൻ, സാധനമല്ല, ഗൂഡ്സ് അല്ല, മെഷീൻ നമ്മൾ വോൾട്ടാസ് ലിമിറ്റഡിൽ നിന്നും വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യണം, ഇവിടെ പർച്ചേസ് അല്ല, ഗൂഡ്സ് അല്ല പർച്ചേസ് ചെയ്തത്, മെഷീനാണ്. മെഷീൻ ഈസ് എൻ അസെറ്റ്. ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് ക്യാഷ് കൊടുത്തിട്ടല്ല. ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെന്റൻസിനകത്ത് ക്യാഷ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും 25,000 രൂപ വിലയുള്ള മെഷീൻ കടമായിട്ട് ക്രെഡിറ്റിന് വാങ്ങിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെഷീൻ ഇസ് എൻ അസെറ്റ്. അപ്പോൾ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാ? വാട്ട് ആർ ദ 2 ആസ്പെക്ട്? മെഷീൻ ആൻഡ് വോൾട്ടാസ് ലിമിറ്റഡ്. Machinery increases, asset increases. What is the rule when asset increase? Debit. So machinery account is debited here. ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് മെഷീനറി അക്കൗണ്ടിനെയാണ്. രണ്ടാമത്തെ ആസ്പെക്ട് ഏതാ? വോൾട്ടാസ് ലിമിറ്റഡ് ഈസ് അവർ ക്രെഡിറ്റർ. വോൾട്ടാസ് ലിമിറ്റഡ് നമ്മുടെ ക്രെഡിറ്റർ ആണ്, സെൻട്രി ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ഇൻക്രീസസ്. Creditor is a liability increases. When liability increases, credit. So the entry will be machinery account debtor to Voltas limited account. Machinery account debtor to
Voltas limited account. Narration: machine purchased from Voltas on credit. Debit amount 25,000, credit amount 24,000. Clear. Next one, 17th 1/2021. Paid for repairing machine 750. 750 രൂപ ഒരു റിപ്പയറിംഗ് എക്സ്പെൻസ് വന്നു. റിപ്പയറിംഗ് എക്സ്പെൻസ് ആണ്. ഫസ്റ്റ് എലമെന്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസസ്. വെൻ എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്. 750 രൂപ ക്യാഷ് കൊടുത്തു. സെക്കൻഡ് എലമെന്റ് ക്യാഷ് ആണ്. ക്യാഷ് ഈസ് എൻ അസെറ്റ്. അസെറ്റ് ഡിക്രീസസ്. വെൻ അസെറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. സോ ദ എൻട്രി വിൽ ബി repairing expense account added to cash account. Repairing expense account added to cash account. എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡെബിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്സ്പെൻസിന്റെ നോർമൽ ബാലൻസ് ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻട്രി വരുന്നത് റിപ്പയറിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അഡഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ. നെക്സ്റ്റ് 19th 1/2021. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട് 200. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട് 200. 19-ാം തീയതി നമുക്ക് ജോൺ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും 200 രൂപ ക്യാഷ് കിട്ടി. അപ്പോൾ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ നോക്കിയ നോട്ടിൽ ഉണ്ടാവുമല്ലോ. 7-ാം തീയതി നോക്കിയേ 7/1/2021 സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 രൂപ. 4000 രൂപ ജോൺ നമുക്ക് തരാനുണ്ട്. 200 രൂപ ജോൺ തന്നു. 19-ാം തീയതി 4000 തരാനുണ്ട്, 200 തന്നു. 200 തന്ന സമയത്ത് ക്യാഷ് അസറ്റ് ഇൻക്രീസസ്. ക്യാഷ് വർദ്ധിക്കും. 200 രൂപ ക്യാഷ് കിട്ടി ഇല്ലേ? അപ്പൊ ജോൺ നമ്മുടെ ഡെപ്റ്റർ ആണ്. ജോൺ എന്ന ഡെപ്റ്റർ 200 രൂപ കുറയണം. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ, ക്യാഷ് അസറ്റ് ഇൻക്രീസസ്, ഡെപ്റ്റർ അസറ്റ് ഡിക്രീസസ്. വെൻ ക്യാഷ് ഇൻക്രീസ് ഡെബിറ്റ്, വെൻ അസറ്റ് ഡിക്രീസ്. അതായത് ക്യാഷ് എന്ന് പറയുന്ന ആദ്യത്തെ ആസ്പെക്ട് ക്യാഷ് അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് ഇൻക്രീസ്, ഡെപ്റ്റർ അസറ്റ് ഡിക്രീസ്. അപ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ജോൺ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ജോൺ അക്കൗണ്ട്. ജോൺ നമുക്ക് പണം തന്നു കഴിഞ്ഞാൽ ക്യാഷ് വർദ്ധിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ജോൺ എന്ന ഡെപ്റ്റർ, അതായത് ജോൺ എന്ന ഒരു അസറ്റ് കുറയുന്നു. അപ്പോൾ അസറ്റ് കുറയുന്ന സമയത്ത് റൂൾ എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ ജോൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. റീസൺ എന്താ? അസറ്റ് ഡിക്രീസസ്. അസറ്റ് ഡിക്രീസസ്, ദാറ്റ് ഈസ് സൺട്രി ഡെപ്റ്റർ ഡിക്രീസസ്. ക്ലിയർ. ഞാൻ എൻട്രി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി 22/1/2021 ബോട്ട് ഗൂഡ്സ് ഫ്രം രാജേഷ് ഫോർ ക്യാഷ് 750. രാജേഷ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും ക്യാഷ് കൊടുത്തിട്ട് 750 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. ബോട്ട് ഗൂഡ്സ് ഫ്രം രാജേഷ് ഫോർ ക്യാഷ് 750. ആദ്യം ഈ പർച്ചേസ് സെയിൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്ന്. ഇപ്പൊ ബോട്ട് ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പർച്ചേസ് ആണ്. ഗൂഡ്സ് ഒരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതിനെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ രാജേഷിൽ നിന്നും 750 രൂപയുടെ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഇപ്പൊ രാജേഷ് എന്നുള്ള പേര് തന്നു വന്നേ ഉള്ളൂ. ഇതൊരു ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് ആണ്. പർച്ചേസ് എക്സ്പെൻസ് ഇൻക്രീസ്, ക്യാഷ് അസറ്റ് ഡിക്രീസ്. അപ്പോൾ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എൻട്രി ചെയ്തത്? പർച്ചേസ് ഈസ് എൻ എക്സ്പെൻസ്, എക്സ്പെൻസ് ഇൻക്രീസ്, ക്യാഷ് ഈസ് എൻ അസറ്റ്, അസറ്റ് ഡിക്രീസ്. ബ്രാക്കറ്റിനകത്ത് നറേഷൻ ഗൂഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഓക്കെ. നെക്സ്റ്റ് 25th January 2021 അഡ്വാൻസ്ഡ് കുമാർ 1500 ആസ് ലോൺ. 1500 രൂപ കുമാറിന് ലോൺ കൊടുത്തു. നമ്മൾ കമ്പനി ABC കമ്പനി കുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് 1500 രൂപ ലോൺ കൊടുത്തു. അപ്പോൾ നമ്മളൊരാൾക്ക് 1500 രൂപ ലോൺ കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ അസറ്റാണ്. അത് നമ്മുടെ ഒരു അസറ്റാണ്. കാരണം അയാൾ നമുക്ക് 1500 രൂപ തരാനുണ്ട്. കുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു അസറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പററി അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കുമാർ ലോൺ അക്കൗണ്ട്. കുമാർ ലോൺ അക്കൗണ്ട്. അപ്പോൾ ഒരു ലോൺ എന്ന് പറയുന്ന ഒരു അസറ്റ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ക്യാഷ് കുറയും. സെക്കൻഡ് ആസ്പെക്ട് ക്യാഷ് ആണ്. 1500 രൂപ ക്യാഷ് കുറയും. അപ്പോൾ എൻട്രി വരുന്നത് കുമാർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കുമാർ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നറേഷൻ ലോൺ ഗിവൺ ടു കുമാർ. ലോൺ ഗിവൺ ടു കുമാർ. കുമാർസ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 1500. ക്ലിയർ. അപ്പോൾ റീസൺ എന്താ? അസറ്റ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസ്. ഓക്കെ. നെക്സ്റ്റ് 28th January 2021 പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട്. പെയ്ഡ് ക്യാഷ് ടു കൃഷ്ണ ഓൺ അക്കൗണ്ട് 500.
കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. ആ ട്രാൻസാക്ഷൻ നോക്കിയേ, 5/1 5/1/2021 വി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. കൃഷ്ണ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, 1500 രൂപയുടെ സാധനങ്ങൾ. അപ്പോൾ കൃഷ്ണക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. 1500 രൂപ കൃഷ്ണക്ക് നമ്മൾ കൊടുത്തു. കൃഷ്ണ നമ്മുടെ ക്രെഡിറ്ററാണ്. നമ്മൾ പൈസ കടം കൊടുക്കാനുള്ള ക്രെഡിറ്റർക്ക് 500 രൂപ നമ്മൾ കൊടുത്തു 28-ാം തീയതി. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ 2 ആസ്പെക്റ്റുകൾ? ഒന്നാമത്തത് എന്താണ്? കൃഷ്ണ അക്കൗണ്ട് ആണ്. കൃഷ്ണ നമ്മുടെ ക്രെഡിറ്ററാണ്. കൃഷ്ണക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി കുറയും. 1500 രൂപ 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. 500 രൂപ പർച്ചേസ് റിട്ടേൺ കൂടെ ഉണ്ട് അവിടെ. 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 500 രൂപ കൊടുത്തു. അപ്പോൾ കൃഷ്ണ എന്ന ലയബിലിറ്റി കുറയും. വെൻ ലയബിലിറ്റി ഡിക്രീസസ്, വാട്ട് ഈസ് ദ റൂൾ വെൻ ലയബിലിറ്റി ഡിക്രീസ്? ഡെബിറ്റ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് കൃഷ്ണ അക്കൗണ്ടിനെയാണ്. കൃഷ്ണ അക്കൗണ്ട് ഡെബ്റ്റർ. 2 എന്തായിരിക്കും? ക്രെഡിറ്റ് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. കാരണം പൈസ കൊടുക്കുന്നു, ക്യാഷ് ഡിക്രീസസ്, അസെറ്റ് ഡിക്രീസസ്. അപ്പോൾ എൻട്രി വരുന്നത് കൃഷ്ണാസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. റീസൺ ഡെബിറ്റിനുള്ള റീസൺ ഏതാ? ലയബിലിറ്റി ഡിക്രീസസ്, സൺട്രി ക്രെഡിറ്റർ ഡിക്രീസസ്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ അസെറ്റ് ഡിക്രീസസ്, ക്യാഷ് അസെറ്റ് ഡിക്രീസസ്. നറേഷൻ ക്യാഷ് പെയ്ഡ് ടു കൃഷ്ണ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ. 29th January 2021 withdrew cash for personal use 300. 300 രൂപ ക്യാഷ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. ഡ്രോയിങ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല, ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓണർ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഡ്രോയിങ്സ് ആണ്, സെക്കൻഡ് എലമെന്റ് ക്യാഷ് ആണ്. ഒരു ഓണർ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ കുറയുന്നു. വെൻ ക്യാപിറ്റൽ ഡിക്രീസസ് ദ റൂൾ ഈസ്, ദാറ്റ് ഈസ് ദ റൂൾ. വെൻ ക്യാപിറ്റൽ ഡിക്രീസ്, ഡെബിറ്റ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ടിനെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിനെ അല്ല. ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പൈസ കുറയും, അസറ്റ് കുറയുന്നു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അത് എന്തിനാണെങ്കിൽ പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ മാത്രമാണ് ഡ്രോയിങ്സ് വരിക. ക്ലിയർ? ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നറേഷൻ ഡെബിറ്റ് 300, ക്രെഡിറ്റ് 300. ഓക്കെ. നെക്സ്റ്റ് 31st January 2021 പെയ്ഡ് റെന്റ് 500. റെന്റ് 500 രൂപ കൊടുത്തു, വാടക കൊടുത്തു 500 രൂപ. റെന്റ് ഈസ് എൻ എക്സ്പെൻസ്. What are the 2 aspects? Rent and cash. Rent and cash. Rent is an expense. Expense increase. When expense increase, debit. So rent account will be debited. Rent account debtor. Rent account debtor. The second aspect is cash. Cash is an asset. Asset decreases. What is the rule when asset decrease? When asset decrease, credit. The entry will be rent account debtor to cash account. Rent account debtor to cash account. Narration: cash paid for rent. Debit amount 500, credit amount 500. Okay. Again, January 31st in transaction. Received commission from Sukumar 250. 250 രൂപ സുകുമാരനിൽ നിന്നും കമ്മീഷൻ കിട്ടി. കമ്മീഷൻ റിസീവ്ഡ് ഇൻകം. കമ്മീഷൻ കിട്ടി നമുക്ക് കമ്പനിക്ക്. ഇൻകം ഇൻക്രീസസ്. When income increase, credit. So credit is given to commission account or commission receivables account എന്നോ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് എന്നോ വേണമെങ്കിൽ എഴുതാം. അതിന്റെ റീസൺ ഇതാണ്, കമ്മീഷൻ പെയ്ഡും കമ്മീഷൻ റിസീവ്ഡ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കമ്മീഷൻ പെയ്ഡ് ഒന്നും ഒരു ഐറ്റം ഇല്ല, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ എന്ന് എഴുതിയാലും മതി, മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഓക്കെ. അപ്പോൾ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം എന്നതാണ് റൂള്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് എലമെന്റ് ക്യാഷ് ആണ്. ക്യാഷ് കിട്ടി, 250 രൂപ ക്യാഷ് കിട്ടുന്നു. ക്യാഷ് എന്ന അസറ്റ് ആണ്. അസറ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ അസറ്റ് വർദ്ധിക്കുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം. എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? അസറ്റ് ഇൻക്രീസസ്. കമ്മീഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ ഇൻകം ഇൻക്രീസസ്. ക്ലിയർ? അഗൈൻ വൺ മോർ ട്രാൻസാക്ഷൻ. 31 തന്നെ വേറൊരു ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്. ജോൺ റിട്ടേൺഡ് ഗുഡ്സ് 150. 150 രൂപയുടെ സാധനങ്ങൾ ജോൺ നമുക്ക് റിട്ടേൺ ചെയ്തു. ബ്രാക്കറ്റിനകത്ത് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് നോക്കിയേ. 7
January 2021 എന്താ ട്രാൻസാക്ഷൻ? സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജോൺ എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. 4000 രൂപയുടെ സാധനങ്ങൾ ജോണിന് കടമായിട്ട് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺ എന്ത് ചെയ്തു? ജനുവരി 31 150 രൂപയുടെ സാധനം നമുക്ക് തന്നെ തിരിച്ചു തന്നു. നമ്മൾ വിറ്റ സാധനം, ഓൾറെഡി വിറ്റ സാധനം നമുക്ക് ജോൺ 150 രൂപയുടെ സാധനത്തിന് എന്തോ മിസ്റ്റേക്ക് കംപ്ലൈന്റ് ഉണ്ട്, ജോൺ അത് നമുക്ക് റിട്ടേൺ ചെയ്തു. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേര് സെയിൽസ് റിട്ടേൺ എന്നാണ്. സെയിൽസ് റിട്ടേൺ എന്നാണ്. അപ്പം സെയിൽസ് റിട്ടേൺ, നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഇൻകം കുറയും. നേരത്തെ സെല് ചെയ്യുന്ന സമയത്ത് ഇൻകം വർദ്ധിച്ചു. നമ്മൾ വിൽപ്പന നടത്തുന്ന ഡ്യൂറിങ് സെയിൽസ് ഇൻകം ഇൻക്രീസസ് ആൻഡ് ഡ്യൂറിങ് സെയിൽസ് റിട്ടേൺ ഇൻകം ഡിക്രീസസ്. നമ്മൾ സെയിൽസ് എന്നൊരു ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറയുന്നു. ഇൻകം ഡിക്രീസസ്. ഇവിടെ ഒരു ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. വെൻ ഇൻകം ഡിക്രീസസ്, വാട്ട് ഈസ് ദ റൂൾ വെൻ ഇൻകം ഡിക്രീസ്? ഡെബിറ്റ്. ഇൻകം കുറയുന്ന സമയത്തുള്ള റൂൾ ഡെബിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെയാണ്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? ജോൺ ആണ് നമുക്ക് തിരിച്ചു തന്നത്. ജോൺ നമ്മുടെ ആരായിരുന്നു? കമ്പനിയുടെ ഡെപ്റ്റർ ആയിരുന്നു. ജോൺ നമുക്ക് പൈസ കടം തരാനുള്ള ഒരാളാണ്, ഡെപ്റ്റർ ആണ് ജോൺ, അല്ലേ? കാരണം എന്താ? ജോണിന് നമ്മൾ ഓൾറെഡി സാധനങ്ങൾ കടമായിട്ട് വിറ്റിട്ടുണ്ട്, അവൻ നമുക്ക് പണം തരാനുണ്ട്, അതുകൊണ്ട് അവൻ നമ്മുടെ ഡെപ്റ്റർ ആണ്. 150 രൂപയുടെ സാധനം അവൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അവൻ കുറയും, ഡെപ്റ്റർ കുറയുന്നു. അപ്പോൾ ഡെപ്റ്റർ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് കുറയുന്നു. അസറ്റ് കുറയുന്ന സമയത്തുള്ള റൂൾ എന്താ? ക്രെഡിറ്റ് ആണ്. അപ്പോൾ എൻട്രി ഇതായിരിക്കും കുട്ടികളെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ അക്കൗണ്ട് 150. നറേഷൻ ഗോഡ്സ് റിട്ടേൺഡ് ബൈ ജോൺ. അപ്പോൾ എന്തുകൊണ്ടാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത്? ഇൻകം ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ജോൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? അസറ്റ് ഡിക്രീസസ്. ദാറ്റ് ഈസ് സെൻട്രി ഡെപ്റ്റർ ഡിക്രീസസ്. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുള്ളത്. മനസ്സിലാകാത്ത കുട്ടികൾ ക്ലാസ് 2, 3, 4 തവണ കണ്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.